ഹലോ ഗൈസ്, ഓണത്തിന് ഞാൻ ഒരുങ്ങിക്കെട്ടി പോകാൻ പോവാണ്. നമ്മളിന്ന് ഇവിടെ ഓണം ആഘോഷിക്കുന്നില്ല, നമ്മൾ പെങ്ങളുടെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഓണത്തിൻ്റെ ഗെറ്റ് റെഡി കാണാം. ആദ്യം ഞാനൊരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമർ ഞാൻ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന്, അതായത് ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് എപ്പോഴും ഒരു പ്രൈമർ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫൗണ്ടേഷൻ നല്ല ഭംഗിയിൽ നമ്മുടെ സ്കിന്നുമായിട്ട് ചേർന്ന് വരികയുള്ളൂ. അടുത്തതായി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഷുഗറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ വളരെ നല്ല സ്കിൻ ഫ്രണ്ട്ലി ആയ ഒരു ഫൗണ്ടേഷനാണ് ഷുഗറിൻ്റെ. നല്ല കമ്പനിയാണ്. അപ്പോൾ നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ സ്കിന്നാണെന്ന് മാത്രമേ തോന്നുള്ളൂ. ഫൗണ്ടേഷൻ യൂസ് ചെയ്തതായി തോന്നിയേയില്ല. ഒരേ ലൈറ്റ് വെയ്റ്റ് ആണ്, നന്നായി നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. അപ്പം ഞാൻ മേക്കപ്പ് ബ്രഷ് ഒന്നും യൂസ് ചെയ്യാറില്ല, എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല ഭംഗിയായി ഫൗണ്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോക്കി എത്ര സോഫ്റ്റ് ആയിട്ടാണ് എൻ്റെ സ്കിന്നിനോട് ആ ഫൗണ്ടേഷൻ ചേരുന്നത്. നോക്കി നല്ല ഭംഗിയായി കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ അത് വാങ്ങിക്കാൻ നോക്കണേ. അപ്പോൾ ഫൗണ്ടേഷൻ ക്രീം ഞാൻ മുഖത്ത് നന്നായി അപ്ലൈ ചെയ്തു. നോക്കിയേ, നന്നായി സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്നില്ലേ. ഇനി ഞാനൊരു ഐബ്രോ യൂസ് ചെയ്യാണ്. ഐബ്രോ ഒരു നോർമൽ ഐബ്രോ ആണ്. അപ്പം ഞാൻ എപ്പോഴൊന്നും ഐബ്രോ യൂസ് ചെയ്യാറില്ല, പക്ഷേ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മൾ പുരികത്തിന് ഒരു മേക്കപ്പിൻ്റെ ഒരു ടച്ച് വരും അല്ലേ. അപ്പോൾ ഒന്ന് ബ്ലാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഐബ്രോ യൂസ് ചെയ്തു. ഇനി നമുക്ക് ഐ മേക്കപ്പ് തുടങ്ങാം. ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ അതുകൊണ്ട് തന്നെയാണ് ഐലൈനർ കൊണ്ട് തന്നെ ഞാൻ കൺപീലിയും കൂടെ മസ്കാരയ്ക്ക് പകരം യൂസ് ചെയ്യുന്നുണ്ട്. നോർമൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മസ്കാരയൊന്നും വേണ്ടെന്നേ, ഐലൈനർ കൊണ്ട് തന്നെ നമുക്ക് ഭംഗിയായി പീലി നല്ല മസ്കാര ഇട്ടുപോലെ ആക്കാം. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ തന്നെ ഒരു ലിപ് ബാമാണ്. അല്പം ലിപ് ബാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഷെയ്ഡ് ഭംഗിയായി കിട്ടും. ഇനി ഞാൻ അല്പം ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്തത്. സാധാരണ നോർമൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഫൗണ്ടേഷൻ പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല, ടാൽക്കം പൗഡർ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇനി എൻ്റെ കയ്യിലുള്ളത് 2-3 ഷെയ്ഡ് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കുമാണ്. അപ്പോൾ ഇപ്പം ഞാൻ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതൊരു 100 ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ ഇതായിരിക്കും കൂടുതൽ നമുക്ക് മാച്ച് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കൺമഷിയാണ്. എനിക്ക് എത്ര ഐലൈനർ ഇട്ട് കഴിഞ്ഞാലും കണ്ണിൽ കൺമഷി ഇട്ട് കഴിഞ്ഞാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കൺമഷി യൂസ് ചെയ്യാണ്. കണ്ണിലൊരു തെളിച്ചമൊക്കെ ഉണ്ടാകാൻ വേണ്ടി കൺമഷി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കോംബ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഹെയറിലൊന്നും ഹെയർ സ്റ്റൈലൊന്നും പരീക്ഷിക്കുന്നില്ല. ബോട്ടോക്സ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം ഒന്നും പരീക്ഷിക്കാറില്ല. കാരണം ട്രഡീഷണൽ ലുക്കിലൊന്നും കെട്ടാൻ ഈ മുടിയോട് സാധിക്കില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കോംബ് ചെയ്തിട്ടു. ഓണക്കോടി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്താണ്, കമ്മലിട്ടില്ല, കമ്മലിടാൻ മറന്നുപോയി. അപ്പോൾ ഇന്നലെ നല്ല കമ്മലൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രഡീഷണൽ ചുരിദാറിന് ചേരുന്ന ഒരു ഗോൾഡൻ കളർ ജിമിക്കി വരുന്ന ഒരു കമ്മലാണ്. അപ്പോൾ ഒരു വെറൈറ്റിയാണിത്. സാധാരണ ജിമിക്കിയല്ല, അതിൻ്റെ സ്റ്റഡ് കുറച്ച് വലുപ്പത്തിലായി ചെറിയ ഒരു ജിമിക്കി ഹാങ് ചെയ്ത് എടുക്കുന്ന ഒരു നല്ല കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഹെയറിൽ കുറച്ച് സിറം യൂസ് ചെയ്യാണ്. അപ്പോൾ ഹെയറിൻ്റെ ആരോഗ്യത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ എപ്പോഴും സ്ട്രേക്സിൻ്റെ സിറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ സിറം യൂസ് ചെയ്തു. മുടി നല്ല ഷൈനിങ് ആയി നിൽക്കുന്നുണ്ട് അല്ലേ. ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോഗിൻ്റെ സ്പ്രേ ആണ്. ഇതില്ലാതെ എനിക്ക് ഒരു കോൺഫിഡൻസും ഉണ്ടാവില്ല. എവിടെ പോകാനും എനിക്ക് ഫോഗിൻ്റെ നല്ല സ്പ്രേ വേണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചുരിദാർ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ സ്വന്തം സ്ട്രോബെറി ബ്രൈഡൽ ബ്ലൗസ് ഡിസൈൻ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഡിസൈനർ കുർത്തീസ് ആവശ്യമുണ്ടെങ്കിൽ സ്ട്രോബെറി ഡിസൈൻസിൻ്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ആഴ്ചയിൽ നമ്മൾ ഇതുപോലെയുള്ള ഡിസൈനർ കുർത്തീസ് അപ്ലോഡ് ചെയ്യുന്നതാണ്, വീഡിയോസും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സ്ട്രോബെറി ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.